മഴക്കാല ദുരിത പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പൊന്നാനി നഗരസഭയിൽ തുടക്കമായി. നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു. മഴക്കാലമെത്തുന്നതോടെ രൂക്ഷമായ വെള്ളക്കെട്ടും പകർച്ചവ്യാധികളും ജനജീവിതത്തെ ദുരിതപൂർണമാക്കുന്ന സാഹചര്യത്തെ പ്രതിരോധിക്കുന്നതിന് നഗരസഭാ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നഗരസഭാ പ്രദേശത്ത് നീരൊഴുക്ക് തടസ്സപ്പെടും വിധം മണ്ണും മാലിന്യങ്ങളും നിറഞ്ഞ തോടുകൾ, കാനകൾ എന്നിവ ജനപങ്കാളിത്തത്തോടെ വൃത്തിയാക്കുന്നതിനും ശുചീകരണ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 6-ാം വാർഡിൽ നിന്നും തുടങ്ങുന്ന നീലം തോട് ക്ലീനിംഗ് പ്രവർത്തനങ്ങൾക്ക് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലും പ്രാദേശികമായി മഴക്കാലത്തെ പ്രതിരോധിക്കുന്നതിനും രോഗപ്രതിരോധത്തിനുമായി നമ്മുടെ പരിസരങ്ങൾ വൃത്തിയാക്കുന്നതിനുള്ള ഒരു ജനകീയമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. പൊന്നാനി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി അതിതീവ്ര ബോധവൽക്കരണ പരിപാടികളും അതോടൊപ്പം തന്നെ സാനിറ്റേഷൻ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആവശ്യമായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ശുചീകരണവും നടന്നു വരികയാണ്. നഗരസഭാ തലത്തിലുള്ള പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പൊന്നാനിയിലെ പ്രധാനപ്പെട്ട ചില വാർഡുകളിൽ, ചില പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിന് കാരണമാകുന്ന നീലംതോടിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇന്നിവിടെ ഈ പരിപാടി ആരംഭിക്കുന്നത്. വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി ചെയർമാൻമാരായ രജീഷ് ഉപ്പാല, ഷീന സുദേശൻ, ടി മുഹമ്മദ് ബഷീർ, കൗൺസിലർ ഷാലി പ്രദീപ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ശുചീകരണ തൊഴിലാളികൾ, ജനപ്രതിനിധികൾ, അയ്യങ്കാളി, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, നഗരസഭാ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടയ്ക്കൽ.